ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു കൊച്ചു ട്രിപ്പിനെക്കുറിച്ചുള്ള കാഴ്ചകൾ കാണുകയും കേൾക്കുകയും ചെയ്താലോ? ഞങ്ങൾ ആനച്ചാൽ വഴിയാണ് പോയത്. ആനച്ചാൽ വഴി ചെന്ന് ഞങ്ങൾ ഹൈവേയിൽ കയറി അവിടെ വന്നെടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഈ താഴെ കാണുന്ന വഴിയെ കൂടിയാണ് ഞങ്ങൾ വന്നത്. അടിമാലി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വഴി തിരിച്ചു വിട്ടു. റോഡ് പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ എത്തി. ഇത് മൂന്നാർ വരെ ചെല്ലേണ്ട പള്ളിവാസൽ ഏരിയയാണ്. ഷാംറോക്ക് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഞങ്ങളോടൊപ്പം വരാനുള്ളവരൊക്കെ വരുന്നുള്ളൂ. അവർ താമസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളങ്ങനെ ആദ്യം എത്തി റൂമിൽ വന്ന് കയറി. കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അവർ എത്തി. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങൾക്ക് വേണ്ട ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനൊക്കെ ഫുഡെല്ലാം നമുക്ക് റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫുഡും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനക്കുളം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആനക്കുളത്തേക്കുള്ള യാത്രയിലാണ്. ഫുഡും എല്ലാം കഴിച്ച് കയറി വന്നപ്പോൾ അതിൻ്റെ പൊക്കത്ത് നിന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെ വന്ന് ചെറിയൊരു വീഡിയോയൊക്കെ എടുത്തു. അതൊക്കെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആനക്കുളത്തേക്കുള്ള യാത്രയിലെടുത്ത ഒരു വീഡിയോ ആണ്. നല്ല രസമുണ്ട് കാണാൻ. മൊട്ടക്കുന്നുകൾ, തേയിലക്കാടുകൾ എല്ലാം നിറഞ്ഞ ഒരു കാഴ്ച. സ്വല്പനേരം വണ്ടി നിർത്തി അവിടെ വന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ആനയെ കാണാനാണല്ലോ പോകുന്നത്. പണി 6 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ നേരം കൂടെ പോകണമല്ലോ അങ്ങോട്ട്. കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ 6:30 ആയപ്പോൾ ആനക്കുളത്ത് എത്തി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്കൊമ്പൻ മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ. ഞങ്ങളത് നോക്കി കുറേ നേരം അവിടെ ചെലവഴിച്ചു. അടുത്ത ആനകളുടെ വരവും നോക്കി അങ്ങനെ നിപ്പായി. എന്തായാലും നിന്ന് ഞങ്ങൾ മടുത്തു. അതൊക്കെ പോയേക്കാന്നുള്ള പ്ലാനൊക്കെയായി. 7:30 വരെയൊക്കെ ഞങ്ങൾ നിന്നു. 7:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കാരണം റിസോർട്ട് നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ 9 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. 9:30 വരെ കിട്ടുമായിരിക്കും. നമുക്ക് 1 മണിക്കൂർ യാത്രയുണ്ടല്ലോ. കാരണം ഞങ്ങൾ അതുവരെ നിന്നുള്ള ആനയൊന്നും വന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിനടുത്തുള്ള ഒരു പ്രദേശം കാണാൻ പോയത്. അതാണ് ഈ കാണുന്നത്. ഒരു തേയിലത്തോട്ടമാണ്. നല്ല ഭംഗിയുള്ള ഏരിയയാണ് കേട്ടോ. അവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒത്തിരി ദൂരം പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഏരിയ കവർ ചെയ്യാൻ തീരുമാനിച്ചു. 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിലോട്ട് പോയി. അങ്ങനെ താമസിക്കാതെ ഞങ്ങൾ റൂമിലോട്ട് യാത്ര തിരിച്ചു. ഇനി അവിടെ ചെന്നിട്ട് വേണമല്ലോ നമ്മുടെ ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. അതിനൊക്കെ സമയം എടുക്കുമല്ലോ. 11 മണിക്ക് ഇറങ്ങണം. 11 ഇച്ചിരി സമയം കൂടെയൊക്കെ കിട്ടുമായിരിക്കും. എന്നാലും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത നമ്മുടെ ആൾ കയറി വരുന്നുണ്ട്. മടുത്തു. പോകുന്നതിൽ സങ്കടമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് എന്നാ കാണാനോ ഒന്നും ആയില്ല. 2-3 ദിവസമൊക്കെ നിന്ന് നിൽക്കുവാണെങ്കിൽ കുറേ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം പെറുക്കി ഒരു ചെറിയ വീഡിയോയൊക്കെ എടുത്തു. ഞങ്ങൾ ഇത്രയും പേരാണ് അവിടെ വന്നത്. അവിടുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് ബാക്കിയുള്ളവർ അടിമാലി കോതമംഗലം വഴി പോയി. ഞങ്ങൾ പൂപ്പാറ വഴി പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ വഴി പോയിട്ടില്ല. അതിലേ ഒന്ന് കറങ്ങി തിരിച്ച് വാഗമണ്ണ് വഴി വീട്ടിൽ ചെല്ലാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ അവിടുന്ന് പോകുന്ന വഴിക്ക് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ നിർത്തിച്ച് നോക്കിയപ്പോഴാണ് മൂന്നാറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. നല്ല രസമുണ്ട് കാണാൻ. അതുമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് പൂപ്പാറ വഴി ഉള്ള പോക്കിൽ ആ ടോൾ പ്ലാസയിൽ ചെന്നു. അവിടെ
ടോൾ കൊടുത്തു. അവിടെ ഇറങ്ങി ചെറിയ വീഡിയോ എടുത്തു. ഇനി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെല്ലണം. കുറേ സമയമെടുക്കും, കുറേ ദൂരം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാണ്. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിടെ. വാഗമണ്ണിൽ ഞങ്ങൾ ടൗണിങ് കഴിഞ്ഞു കേട്ടോ. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വീഡിയോ എടുക്കാനോ നിർത്താനോ ഒന്നും വണ്ടി ഇടാൻ പോലും ഇടയില്ല, അതുപോലെ തിരക്കായിരുന്നു. ഏതായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കേ.